ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. ഡ്രൈവറുടെ സേവനം ആവശ്യമില്ലാത്ത രാജ്യത്തെ ആദ്യ മെട്രോ റെയിൽ സർവീസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കിസാൻ റെയിലിന്റെ 100ാം സർവീസ് ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. 4 സംസ്ഥാനങ്ങളിൽ കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിനുള്ള മോക്ക് ഡ്രിൽ ഇന്ന്. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 95.83%. കർഷക പ്രതിനിധികളുമായി നാളെ വീണ്ടും കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. ഇന്ത്യക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കി ഓസ്ട്രേലിയ. ISLൽ ഇന്ന് ബംഗളൂരു ജാംഷഡ്പൂർ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ആദ്യത്തെ ഡ്രൈവർ രഹിത ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ഡൽഹി മെട്രോയുടെ മജന്ത ലൈനിലാണ് രാജ്യത്തെ ആദ്യ ഡ്രൈവർ രഹിത ട്രെയിൻ സർവീസ് നടത്തുക. യാത്രാ സൌകര്യപ്രദമാക്കുന്നതിന്റെ നിർണായക നടപടിക്കാണ് ഡ്രൈവർ രഹിത റെയിൽ സർവീസിലൂടെ ഡൽഹി മെട്രോ തുടക്കം കുറിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. സൌകര്യപ്രദവും സുഖകരവുമായ യാത്രയുടെ പുതുയുഗത്തിന് ഇത് തുടക്കം കുറിക്കും. ഡ്രൈവർ രഹിത സംവിധാനത്തിലൂടെ മനുഷ്യരാൽ ഉണ്ടാകാവുന്ന പിഴവുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. അടുത്ത വർഷം മധ്യത്തോടെ ഡൽഹി മെട്രോയുടെ മറ്റ് മേഖലകളിലും ഡ്രൈവർ രഹിത റെയിൽ സർവീസുകൾ പ്രാവർത്തികമാകും. രാജ്യത്തെ 25 നഗരങ്ങളിൽ കൂടി മെട്രോ സർവീസ് തുടങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹി മെട്രോയുടെ എയർപോർട്ട് എക്സ്പ്രസ് ലൈനിൽ പൂർണ്ണമായും പ്രവർത്തനസജ്ജമായ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് സർവീസും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. റുപേ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ആർക്കും രാജ്യത്തെ എയർപോർട്ട് എക്സ്പ്രസ് ലൈനിൽ യാത്ര ചെയ്യാം. 2022ഓടെ ഡൽഹി മെട്രോയിലും ഈ സൌകര്യം പൂർണ്ണമായും ലഭ്യമാകും. കൊറോണ വൈറസിനെതിരായ വാക്സിനേഷൻ നിർവഹണവുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കി. വാക്സിനേഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്തും. വിശദാംശങ്ങളുമായി ലിൻസ സിറാജ്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ്, അസം എന്നീ 4 സംസ്ഥാനങ്ങളിലാണ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്നും നാളെയും മോക്ക് ഡ്രിൽ നടത്തുന്നത്. വാക്സിനേഷൻ പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിലെ വെല്ലുവിളികളും മറ്റും തിരിച്ചറിയുന്നതിനാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. വാക്സിൻ വിതരണം ഒഴികെ മറ്റ് പ്രവർത്തനങ്ങൾ, കോവിൻ IT പോർട്ടലിന്റെ വിജയസാധ്യത, വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മനസ്സിലാക്കുന്നതിന് മോക്ക് ഡ്രിൽ സഹായിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 95.83% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 20,000-ഓളം കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്തപ്പോൾ 21,000-ഓളം പേർ രോഗമുക്തരായി. 279 മരണവും ഇന്നലെ രാജ്യത്ത് സ്ഥിരീകരിച്ചു. നിലവിൽ 2,70,000-ഓളം പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 100ാമത് കിസാൻ റെയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. മഹാരാഷ്ട്രയിലെ സംഗോളയിൽ നിന്നും പശ്ചിമബംഗാളിലെ ഷാലിമാറിലേക്കുള്ളതാണ് 100ാമത്തെ കിസാൻ റെയിൽ. ഇന്ന് വൈകിട്ട് 4:30 വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ശ്രീ നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. കേന്ദ്രമന്ത്രിമാരായ ശ്രീ നരേന്ദ്രസിംഗ് തോമറും ശ്രീ പീയൂഷ് ഗോയലും ചടങ്ങിൽ പങ്കെടുക്കും. രാജ്യത്ത് അങ്ങോളമിങ്ങോളം കാർഷിക വിളകൾ അതിവേഗത്തിൽ കൊണ്ടുപോകുന്നത് ഉറപ്പിക്കാനാണ് കിസാൻ റെയിലിന് തുടക്കം കുറിച്ചത്. വിളകൾ നശിക്കാതെ തടസ്സമില്ലാത്ത വിതരണത്തിന് ഈ ട്രെയിൻ സഹായിക്കുന്നു. 2020 ഓഗസ്റ്റ് 7-ന് ദേവലാലിയിൽ നിന്ന് ധാനാപൂരിലേക്കാണ് ആദ്യത്തെ കിസാൻ റെയിൽ സർവീസ് നടത്തിയത്. പഴങ്ങളും പച്ചക്കറികളും കയറ്റി കൊണ്ടുപോകുന്നതിന് കേന്ദ്ര സർക്കാർ 50% സബ്സിഡിയും നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം 939 പേർ കോവിഡ് മുക്തരായി. അതേസമയം 757 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിക്കുകയും 16 മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഡൽഹിയിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 6,22,000-ഓളമാണ്. നിലവിൽ 6,713 പേരാണ് ചികിത്സയിലുള്ളത്. ബീഹാറിൽ ഇതുവരെ 2,44,000-ലേറെ പേർ കോവിഡ് മുക്തരായി. നിലവിൽ 4,923 പേരാണ് ചികിത്സയിലുള്ളത്. ബീഹാറിലെ കോവിഡ് മുക്തി നിരക്ക് 97.49% ഉയർന്നു. ദേശീയ ശരാശരിയേക്കാൾ 1.6% കൂടുതലാണ്. 1,79,00,000-ലധികം സാമ്പിളുകളാണ് ബീഹാറിൽ പരിശോധിച്ചത്. ത്രിപുരയിൽ കോവിഡ് മുക്തി നിരക്ക് 98.4% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഒരാൾക്ക് മാത്രമാണ് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തത്. ആകെ 33,000-ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ നിലവിൽ 146 പേർ മാത്രമാണ് ചികിത്സയിലുള്ളത്. മധ്യപ്രദേശിൽ ഇന്നലെ 1000 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെ 2,24,000-ലധികം പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 26,800-ഓളം സാമ്പിളുകൾ പരിശോധിച്ചു. 946 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 18 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 3,563.
കേരളത്തിൽ നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് 65,169 പേരാണ്. 6,72,196 പേർ രോഗമുക്തരായി. കഴിഞ്ഞ ദിവസം 4,905 പേർക്കാണ് കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചത്. 3,463 പേർ രോഗമുക്തരായി. കഴിഞ്ഞ ദിവസം 25 മരണം കൂടി രേഖപ്പെടുത്തിയതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 2,976 ആയി. 76,95,117 സാമ്പിളുകളാണ് ഇതുവരെ സംസ്ഥാനത്ത് പരിശോധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കിഴക്കൻ മേഖലയ്ക്കായുള്ള പ്രത്യേക ചരക്ക് ഇടനാഴിയുടെ ഭാവ്പൂർ ഖർജ സെക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11 വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടന ചടങ്ങ്. പ്രയാഗ്രാജിൽ സ്ഥിതി ചെയ്യുന്ന ഇടനാഴി നിർവഹണ നിയന്ത്രണ കേന്ദ്രവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എന്നിവർ പങ്കെടുക്കും. 5,750 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ചരക്ക് ഇടനാഴിയുടെ പുതിയ പാതയ്ക്ക് 351 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. അലുമിനിയം, ക്ഷീര വ്യവസായം, വസ്ത്രനിർമ്മാണം, ഗ്ലാസ് ഉപകരണ നിർമ്മാണം, കളിമൺ വ്യവസായം, കായം നിർമ്മാണം തുടങ്ങിയ പ്രാദേശിക വ്യവസായങ്ങൾക്ക് ഈ ഇടനാഴി പുതിയ അവസരങ്ങൾ തുറന്നു നൽകും. മുതിർന്ന BJP നേതാവ് അരുൺ ജെയ്റ്റ്ലിയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ അനുസ്മരിച്ചു. അരുൺ ജെയ്റ്റ്ലിയുടെ ഊഷ്മള വ്യക്തിത്വവും നർമ്മോക്തിയും നിയമപരിജ്ഞാനവുമെല്ലാം അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്ക് മറക്കാവുന്നതല്ല. ഇന്ത്യയുടെ പുരോഗതിക്കായി അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചിരുന്നതായും പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ കുറിച്ചു. ഡൽഹിയിൽ സമരം നടത്തുന്ന കർഷക പ്രതിനിധികളും സർക്കാരും തമ്മിലുള്ള ചർച്ച നാളെ നടക്കും. പുതിയ കാർഷിക നിയമത്തിനെതിരെ സമരം നടത്തുന്ന എല്ലാ കർഷക സംഘടനകളുടെയും പ്രതിനിധികൾ രാവിലെ 11 നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് സ്വരാജ് ഇന്ത്യ പ്രസിഡന്റ് യോഗേന്ദ്ര യാദവ് അറിയിച്ചു. വീണ്ടും ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും തീയതി കർഷകർക്ക് നിശ്ചയിക്കാമെന്നും കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു. കേരളത്തിൽ 6 കോർപ്പറേഷനുകളിലും മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കും 86 മുനിസിപ്പൽ കൌൺസിലുകളിലേക്കും ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. മേയർ, മുനിസിപ്പൽ ചെയർമാൻ സ്ഥാപനങ്ങളിലേക്ക് രാവിലെ 11 വോട്ടെടുപ്പ് തുടങ്ങി. ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് ഉച്ചകഴിഞ്ഞ് 2-നുമാണ് തെരഞ്ഞെടുപ്പ്. ത്രിതല പഞ്ചായത്തുകളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി സുപ്രധാന തീരുമാനങ്ങൾ എടുത്തതായി മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ്. അതിനാൽ രാജ്യമെമ്പാടുമുള്ള കർഷകർ പുതിയ കാർഷിക നിയമങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കിസാൻ ആത്മനിർഭർ യാത്രയുടെ സമാപന സമ്മേളനത്തെ മഹാരാഷ്ട്രയിലെ സംഗ്ലി ജില്ലയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുറഞ്ഞ താങ്ങുവില, കിസാൻ റെയിൽ തുടങ്ങി നിരവധി പരിഷ്കാരങ്ങൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കരാർ കൃഷിയെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രചാരണത്തെ തുടർന്നാണ് കർഷകർ ഇപ്പോൾ സമരം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കി. 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 2ാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റിന് 133 റൺസ് എടുത്തു. നിലവിൽ ഓസ്ട്രേലിയയ്ക്ക് 2 റൺസ് ലീഡുണ്ട്. മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ 326 റൺസ് നേടിയ ഇന്ത്യ 1ാം ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യൻ നായകൻ അജിൻക്യ രഹാനെ സെഞ്ചുറി നേടി. 4 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഓസ്ട്രേലിയ വിജയിച്ചിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ജാംഷഡ്പൂരിനെ നേരിടും. രാത്രി 7:30 ഗോവ ഫത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഹൈദരാബാദിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരുന്നു. ഈ സീസണിൽ കേരളത്തിന്റെ ആദ്യ ജയമാണിത്. പോയിന്റ് പട്ടികയിൽ നിലവിൽ 9ാം സ്ഥാനത്താണ് കേരളം. രാജ്യത്ത് കായിക മത്സരങ്ങൾ നടത്തുന്നതിന് ദേശീയ കായിക മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഓരോ കായിക മത്സരത്തിനും പ്രത്യേക കോവിഡ് ദൌത്യസേനയ്ക്ക് രൂപം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സ്റ്റേഡിയത്തിന്റെ മൊത്തം ശേഷിയുടെ പരമാവധി 50% വരെ കാണികളെ അനുവദിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോവിഡ് ദുരിതാശ്വാസ പാക്കേജ് ബില്ലിൽ ഒപ്പുവച്ചു. ജനങ്ങൾക്ക് ഒറ്റത്തവണ വലിയ തുക ഒടുക്കേണ്ടി വരാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തുടക്കത്തിൽ ബില്ലിൽ ഒപ്പിടാൻ ട്രംപ് വിസമ്മതിച്ചിരുന്നു. 66 ലക്ഷം കോടി രൂപ മൂല്യമുള്ള ദുരിതാശ്വാസ പാക്കേജിന് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് അമേരിക്കൻ കോൺഗ്രസ് അംഗീകാരം നൽകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡ്രൈവറുടെ സേവനം ആവശ്യമില്ലാത്ത രാജ്യത്തെ ആദ്യ മെട്രോ റെയിൽ സർവീസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കിസാൻ റെയിലിന്റെ 100ാം സർവീസ് ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. 4 സംസ്ഥാനങ്ങളിൽ കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിലുള്ള മോക്ക് ഡ്രിൽ ഇന്ന്. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 95.83%. കർഷക പ്രതിനിധികളുമായി നാളെ വീണ്ടും കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. ഇന്ത്യക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കി ഓസ്ട്രേലിയ. ISLൽ ഇന്ന് ബംഗളൂരു ജാംഷഡ്പൂർ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.